മനസ്സിലാവും. നമ്മുടെ ടെർണറി ഓപ്പറേറ്ററിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ കറൻ്റ്ലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വാല്യൂ നൽകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇങ്ങനൊരു കോഡ് നമുക്ക് എഴുതാൻ പറ്റില്ല ഇവിടുത്തെ കേസിലേക്ക്. സോ കോൺസ്റ്റ് യൂസർ നെയിം ഈക്വൽ ടു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ റിട്ടേൺ ഉള്ളിൽ ഇഫ് ട്രൂ ആണെങ്കിൽ റിട്ടേൺ മാക്സ്, ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തത് റിട്ടേൺ മാക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റിട്ടേൺ നൾ. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് നമുക്ക് വർക്ക് ആവില്ല. ഓക്കെ, സോ ഇത് സിൻടാക്സ് എറർ അടിക്കും, കാരണം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ സംടൈംസ് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കണ്ടീഷൻ വാല്യൂസ് വേണം. നമ്മുടെ റിയൽ പ്രൊജക്റ്റ് നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യണം എന്ന് ആവശ്യം വരും. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയിം ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഗെയിമിൽ അറ്റാക്ക് ഡാമേജും ലോഗ് ഇവൻറ്റും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, അറ്റാക്ക് വാല്യൂയും ലോഗ് ഇവൻറ്റും. സോ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണ്ടീഷൻ അനുസരിച്ച് വാല്യൂ മാറുന്ന വേരിയബിൾസിലേക്കാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് ലൈക്ക് ഇഫ് മോഡ് ഈക്വൽ ടു മോഡ് അറ്റാക്ക് ആണെങ്കിൽ അതിൻ്റെ